ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 2. സാത്താൻ മറ്റു വിധത്തിൽ ആക്രമണം തുടരുന്നു. എനിക്ക് പാറ്റായോടുള്ള വെറുപ്പ് സാത്താൻ അറിയാം. ഒരു ദിവസം ഞാൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വാതിലടച്ചപ്പോൾ പെട്ടെന്നൊരു തണുത്ത ദ്രാവകം എന്റെ മുഖത്തേക്ക് ചീറ്റപ്പെട്ടതായി എനിക്ക് അനുഭവപ്പെട്ടു. അത് എവിടെ നിന്ന് വന്നുവെന്ന് എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് സാത്താൻ പരിഹാസ സ്വരത്തിൽ എന്നോട് പറയുന്നതായി ഞാൻ കേട്ടു. ഞാൻ ഇങ്ങനെയാണ് മാമോദീസ നൽകുന്നത്. ഇതുപോലുള്ള വിശുദ്ധ ജലമാണ് നീ അർഹിക്കുന്നത്. എന്തു സംഭവിച്ചു എന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ മുറിയുടെ വാതിലടച്ചപ്പോൾ വാതിലിനിടയിലിരുന്ന വലിയൊരു പാറ്റ ചത്തെറിഞ്ഞുപോയി. സാത്താന്റെ ആക്രമണത്തെക്കുറിച്ച് കൂടുതൽ എഴുതുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവം എനിക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് എന്നെ തടയാൻ സാത്താൻ എത്രമാത്രം ശ്രമിക്കുന്നുവെന്ന് കാണിക്കുവാൻ മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ദിവസം സാത്താൻ വീണ്ടും തന്റെ തന്ത്രം മാറ്റി. എന്നെ കബളിപ്പിക്കാനായി സാത്താൻ മരിച്ചുപോയ എന്റെ പിതാവിന്റെ തനിരൂപമെടുത്തു. സംസാരത്തിന്റെ രീതി പോലും ഒന്നു തന്നെയായിരുന്നു. എന്റെ പിതാവ് ചിലപ്പോഴൊക്കെ ഫ്രഞ്ച് ഭാഷയിൽ സംസാരിക്കാറുള്ളത് പോലെ സാത്താൻ ഫ്രഞ്ച് ഭാഷയിൽ എന്നോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവളെ, മനസ്സിലാക്കുക, നീ തെറ്റായ വഴിയിലാണെന്ന് പറഞ്ഞു തരുവാൻ വേണ്ടി ദൈവം തന്റെ കരുണയാൽ എന്നെ നിന്റെ പക്കലേക്ക് അയച്ചിരിക്കുകയാണ്. ഈ വിധത്തിൽ ദൈവം നിന്നോട് സംസാരിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഇതൊക്കെ അസംഭവ്യമാണെന്ന് നീ മനസ്സിലാക്കണം. ഇതുവഴി നീ ദൈവത്തെ കോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം നിന്നോട് സംസാരിക്കുന്നുവെന്നോ? ഇതുപോലെ ഒരു കാര്യം നീ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ വിശ്വസിക്കുന്നത് ശുദ്ധ ഭ്രാന്താണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്റെ കാവൽ മാലാഖയുടെ കാര്യമോ? മാലാഖമാരുമായിട്ട് സംസാരിക്കാൻ സാധിക്കുമോ? ഉടൻ സാത്താന്റെ മറുപടി, ഓ, അവനുമായിട്ടോ? സാത്താന്റെ ശബ്ദം വിദ്വേഷത്താൽ കലുഷിതമായിരുന്നു. അങ്ങനെ ഒരിക്കൽ കൂടി സാത്താനെ തിരിച്ചറിയുവാൻ എനിക്ക് കഴിഞ്ഞു. മരുഭൂമിയുടെ അനുഭവം, പിന്നീട് സമ്പൂർണമായ കീഴടങ്ങൽ. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഹോസിയ 2:4. ഞാൻ പരിപൂർണമായി ദൈവത്തിന് കീഴടങ്ങണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അവിടുത്തോടൊന്നാക്കുവാനും എന്നെ അവിടുത്തേതായി തീർക്കുവാനും അവിടുന്ന് ആഗ്രഹിച്ചു. അവിടുത്തെ ആഗ്രഹമനുസരിച്ച് എന്നെ രൂപപ്പെടുത്തിയെടുക്കുവാൻ അവിടുന്ന് ഒരുങ്ങി. ദൈവത്തിന്റെ മുമ്പാകെയുള്ള എന്റെ സമ്പൂർണമായ കീഴടങ്ങലിനു വേണ്ടി പൂർണമായ ഒരു ശുദ്ധീകരണത്തിന് ഞാൻ വിധേയയാകേണ്ടിയിരുന്നു. ഇതാണ് സംഭവിച്ചത്. ഞാൻ ദൈവത്തെ വിളിച്ചു, എന്നാൽ യാതൊരു മറുപടിയും ലഭിച്ചില്ല. ആശ്വാസത്തിനു വേണ്ടി ഞാൻ എന്റെ മാലാഖയെ അന്വേഷിച്ചു, എന്നാൽ മാലാഖയെയും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അതിനു പകരം വിഷക്കാരെ പോലെ ഏതാനും ആത്മാക്കളെയാണ് എനിക്ക് ചുറ്റും കാണുവാൻ കഴിഞ്ഞത്. അവർ എന്നോട് പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും വാഴ്ത്തിയ വെള്ളവും ആവശ്യപ്പെട്ടു. അടിക്കുറിപ്പ്: എന്റെ കൗമാരപ്രായത്തിൽ എനിക്ക് ചുറ്റും ആത്മാക്കൾ വന്നു കൂടിയിരിക്കുന്നതായി എന്റെ ആത്മാവിന്റെ കണ്ണുകളാൽ ഞാൻ കണ്ടിരുന്നു. ഈ ആത്മാക്കളെ കാണുമ്പോൾ വീണ്ടും മരിച്ചവർ വന്നിരിക്കുന്നു എന്ന് ഞാൻ എന്നോട് തന്നെ പറയുമായിരുന്നു. ഞാൻ ഇരുന്നിരുന്ന മുറിയിൽ അവർ വന്നു നിറയുമായിരുന്നു. അവർ തറയിൽ ഒന്നോടൊന്നു ചേർന്നിരുന്നിരുന്നു. എന്റെ സാന്നിധ്യം അവർ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് അനുഭവപ്പെട്ടു. അവരെല്ലാം ഒരേപോലെ കാണപ്പെട്ടു. മുടിയൊന്നുമില്ലാതെ മെലിഞ്ഞ് ചാരനിറത്തിലായിരുന്നു. അവർ യാതൊരു ശബ്ദവും ഉണ്ടാക്കിയില്ല. എന്നെ ശല്യപ്പെടുത്തരുതെന്ന് അവർക്ക് ആഗ്രഹമുള്ളതുപോലെ തോന്നി. വളരെ വർഷങ്ങളോളം ഇതൊരു സാധാരണ സംഭവമായിരുന്നു. പിന്നീട് യേശു ഇതിന്റെ അർത്ഥം എനിക്ക് വിശദീകരിച്ചു തന്നു. ഞാൻ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ എന്റെ പ്രാർത്ഥനകൾക്കായിട്ടാണ് ഇവർ കാത്തിരുന്നതെന്ന് യേശു എന്നോട് പറഞ്ഞു. ഞാൻ വേഗം പള്ളിയിൽ ചെന്ന് അവർക്കായി വെഞ്ചിരിച്ച വെള്ളം കൊണ്ടുവന്നു. അവർ ആവശ്യപ്പെട്ട പ്രകാരം ആ വെള്ളം ഞാൻ അവരുടെ മേൽ തെളിച്ചു. ഇത് കൂടുതൽ ആത്മാക്കളെ ആകർഷിച്ചു. കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയൊരു കൂട്ടം ആത്മാക്കൾ അവിടെ വന്നുകൂടി. എന്നെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് വേദനകളിൽ നിന്ന് അവർക്ക് ആശ്വാസം ലഭിക്കുകയും വലിയ സന്തോഷം ഉണ്ടാവുകയും ചെയ്തു. ഒരാത്മാവ് എന്നോട് അപ്പോൾ തന്നെ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഒരനുഗ്രഹം തനിക്ക് നൽകണമെന്നും ആവശ്യപ്പെട്ടു. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ അയാൾ എന്നോടൊരു സാധാരണ പ്രാർത്ഥന നടത്തുവാനും തന്നെ അനുഗ്രഹിക്കുവാനും ആവശ്യപ്പെട്ടു. അയാൾ ആവശ്യപ്പെട്ടതുപോലെ ഞാൻ പ്രാർത്ഥിക്കുകയും അയാളെ അനുഗ്രഹിക്കുകയും ചെയ്തു. സന്തോഷത്തോടെ അയാൾ എനിക്ക് നന്ദി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചു. ഇതെല്ലാം തന്നെ എനിക്ക് പുതുമയായിരുന്നു. എന്നാൽ അവർക്ക് ആശ്വാസവും സന്തോഷവും ലഭിച്ചു എന്ന് എനിക്ക് മനസ്സിലായി.
എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ മാലാഖയെക്കുറിച്ച് ഞാൻ അവരോടും അന്വേഷിച്ചു. എന്നാൽ യാതൊരു മറുപടിയും ലഭിച്ചില്ല. ഏകാന്തതയിൽ കഴിഞ്ഞ ഈ ദിവസങ്ങൾ 1 വർഷം ദൈർഘ്യമുള്ളതുപോലെ അനുഭവപ്പെട്ടു. ഞാൻ സമാധാനത്തിനായി അന്വേഷിച്ചു, കണ്ടെത്താൻ കഴിഞ്ഞില്ല. സ്നേഹിതരൊക്കെ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നുവെങ്കിലും ഇത്രയും ഏകാന്തവും പരിത്യക്തവും എന്ന് തോന്നിക്കുന്നതുമായ ഒരവസരവും മുമ്പുണ്ടായിട്ടില്ല. ഞാൻ നരകത്തിൽ കൂടി പോവുകയാണെന്ന് എനിക്ക് തോന്നി. പല പ്രാവശ്യം എന്റെ മാലാഖയ്ക്ക് വേണ്ടി ഞാൻ നിലവിളിച്ചു. എന്നാൽ മാലാഖ അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. എന്റെ ആത്മാവ് ഏറ്റവും വേദനിച്ചു. ഞാൻ മാലാഖയെ അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്തിയില്ല. ഞാൻ വിളിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല. 3 ആഴ്ച മരിച്ചവളെ പോലെ ഞാൻ ഈ മരുഭൂമി അനുഭവത്തിൽ കഴിഞ്ഞുകൂടി. ഇനിയും ഇത് സഹിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലെത്തി. മുമ്പൊരിക്കലും ചെയ്തിട്ടില്ലാത്തതുപോലെ മുഴുഹൃദയത്തോടെ യഹോവയോട് ഇപ്രകാരം നിലവിളിച്ചപേക്ഷിച്ചു: പിതാവേ, അങ്ങ് എവിടെയാണ്? പിതാവേ, ഓ ദൈവമേ, എന്നെ എന്തുകൊണ്ട് അങ്ങ് ഉപേക്ഷിച്ചു? എന്നെ സ്വീകരിക്കണമേ. എന്നെ എടുത്ത് അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ ഉപയോഗിക്കണമേ. അങ്ങേക്ക് എന്നെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം എന്നെ ശുദ്ധീകരിക്കണമേ. എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള ഈ നിലവിളി കേട്ടപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ഇടിമുഴക്കമെന്നവണ്ണം വികാരം നിറഞ്ഞ ശബ്ദത്തിൽ പിതാവ് എന്നോട് പറഞ്ഞു: ദൈവമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ ആത്മാവിനേറ്റ മുറിവുകൾക്ക് ഈ വാക്കുകൾ ഒരു തൈലം പോലെയായിരുന്നു. അവ എന്റെ മുറിവുകളെ ക്ഷണത്തിൽ ഉണക്കുകയും ചെയ്തു. സ്നേഹത്തിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഒരു കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെട്ട മനോഹരവും ശാന്തവുമായ പൂന്തോട്ടത്തിലേക്ക് കടന്നതുപോലെയായിരുന്നു ഞാൻ. എന്റെ മാലാഖ വീണ്ടും എന്റെ അടുക്കൽ വരികയും അങ്ങേറ്റം സ്നേഹത്തോടെ മരുഭൂമി അനുഭവത്തിൽ എന്റെ ആത്മാവിന് സംഭവിച്ച മുറിവുകളെ പരിചരിക്കുകയും ചെയ്തു. എന്നിട്ട് യഹോവ എന്നോട് ബൈബിൾ തുറന്നു വായിക്കുവാൻ ആവശ്യപ്പെട്ടു. ഞാൻ വായിച്ച ആദ്യ ഭാഗം തന്നെ ദൈവത്തിന്റെ ഹൃദയം എനിക്ക് വെളിപ്പെടുത്തി തരികയും എന്നെ കണ്ണീരിലാഴ്ത്തുകയും മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു. പുറപ്പാട് 22, 26, 27 ഞാൻ ഇപ്രകാരം വായിച്ചു: നീ കൂട്ടുകാരന്റെ വസ്ത്രം പണയം വാങ്ങിയാൽ സൂര്യൻ അസ്തമിക്കും മുമ്പേ മടക്കി കൊടുക്കണം. അതുമാത്രമല്ലേ അവന്റെ പുതപ്പ്, അതുമാത്രമല്ലേ അവന്റെ ശരീരം മൂടുന്ന വസ്ത്രം. അവന് പുതയ്ക്കാൻ മറ്റെന്താണുള്ളത്? ഞാൻ കരുണയുള്ളവനാകിയാൽ അവൻ എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കും. 3 ആഴ്ചത്തെ മരുഭൂമി അനുഭവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ദൈവത്തിൻ്റെതായ കാരണങ്ങളാൽ ഉടനെ എനിക്ക് മനസ്സിലാക്കി തന്നില്ലെങ്കിലും വളരെ നാളുകൾ കഴിഞ്ഞ് 1990 ഡിസംബർ 20 ദൈവം എനിക്ക് ഈ വിശദീകരണം തന്നു. ദൈവം പറഞ്ഞത്: സ്നേഹത്തിന്റെ സമുദ്രമായി എന്റെ ഹൃദയം നിനക്കായി നിലവിളിച്ചു. നീ എന്റെ ഹൃദയത്തിൽ ദുഃഖത്തിനു മേൽ ദുഃഖവും വഞ്ചനയ്ക്കുമേൽ വഞ്ചനയും കുന്നുകൂട്ടി. കുഞ്ഞു ജീവിയെ, നീ എന്നോട് മത്സരിക്കുകയായിരുന്നു. എന്നാൽ ഏകാഗ്രമായ ഒരു ഹൃദയമാണ് നിനക്കുള്ളതെന്നും ഒരിക്കൽ ഞാൻ നിന്റെ ഹൃദയം നേടിയാൽ അത് മുഴുവനായി എന്റേതായിരിക്കുമെന്നും എനിക്കറിയാമായിരുന്നു. നിന്റെ തലമുറയുടെ ശരിയായ ദൃഷ്ടാന്തമായ നീ എന്നോട് മത്സരിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ നിന്നെ പോരാട്ടത്തിൽ തോൽപ്പിച്ചു. പൂഴിയിൽ കൂടി വലിച്ചിഴച്ച് മരുഭൂമിയിലേക്ക് നയിക്കുകയും അവിടെ ഏകയായി നിന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു. നീ ഉരുവായപ്പോൾ മുതൽ നിന്നെ കാത്തു സൂക്ഷിക്കുവാനും ആശ്വസിപ്പിക്കുവാനും വഴി നടത്തുവാനുമായി ഞാൻ ഒരു കാവൽ മാലാഖയെ നിനക്ക് തന്നു. എന്നാൽ എന്റെ ജ്ഞാനത്താൽ മരുഭൂമി അനുഭവം നീ ഒറ്റയ്ക്ക് നേരിടുവാനായി നിന്നെ ഉപേക്ഷിക്കുവാൻ മാലാഖയോട് ഞാൻ കൽപ്പിച്ചു. ഞാൻ പറഞ്ഞു: നിന്റെ നഗ്നതയിൽ കൂടിയും നീ ജീവിക്കുന്നതാണ്. അടിക്കുറിപ്പ്: എന്റെ കാവൽ മാലാഖയും സ്വർഗം മുഴുവനും എന്നെ കൈവിട്ടപ്പോൾ ഞാൻ നഗ്നയായി തീർന്നു. ഒരു മനുഷ്യനും സ്വയം ജീവൻ നിലനിർത്താൻ കഴിയാത്തതിനാലാണത്. അടിക്കുറിപ്പ്: സ്വർഗത്തിൽ കൈവിടപ്പെട്ടു. സാത്താൻ നിന്നെ മുഴുവനായി കീഴ്പ്പെടുത്തി നിന്നെ കൊല്ലുമായിരുന്നു. എന്റെ കൽപ്പന അവനും നൽകപ്പെട്ടു. നിന്നെ തൊടുന്നതിൽ നിന്ന് ഞാൻ അവനെ വിലക്കി. നിന്റെ ഭീകരാവസ്ഥയിൽ നീ എന്നെ ഓർക്കുകയും എന്നെ അന്വേഷിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുകയും ചെയ്തു. നിന്റെ നിലവിളിയും യാചനകളും നിന്നെ വലയം ചെയ്തിരുന്ന മരണകരമായ നിശബ്ദതയെ ഭഞ്ജിക്കുകയും നിന്റെ ഉച്ചസ്ഥമായ കരച്ചിൽ സ്വർഗത്തെ തുളച്ച് പരിശുദ്ധ ത്രിത്വത്തിന്റെ ചെവികളിൽ എത്തുകയും ചെയ്തു. എന്റെ കുഞ്ഞെ, സന്തോഷത്താൽ നിറഞ്ഞ പിതാവിന്റെ ശബ്ദം സ്വർഗം മുഴുവൻ പ്രതിധ്വനിച്ചു. ഇപ്പോൾ എന്റെ മുറിവുകളിലേക്ക് ഞാൻ അവളെ പ്രവേശിപ്പിക്കുകയും എന്റെ ശരീരവും എന്റെ രക്തവും അവൾക്ക് കുടിക്കാൻ നൽകുകയും ചെയ്യും. അടിക്കുറിപ്പ്: പുത്രൻ ഇവിടെ സംസാരിക്കുന്നു. ഞാൻ അവളെ എന്റെ മണവാട്ടിയാക്കി തീർക്കുകയും നിത്യമായി അവൾ എന്റേതായിരിക്കുകയും ചെയ്യും. എനിക്ക് അവളോടുള്ള സ്നേഹം ഞാൻ അവളെ കാണിക്കുകയും അപ്പോൾ മുതൽ അവളുടെ ചുണ്ടുകൾ എനിക്കായി ദാഹിക്കുകയും അവളുടെ ഹൃദയം എന്റെ തലയിണയായി തീരുകയും ചെയ്യും. അവൾ ദിനംതോറും തീഷ്ണതയോടെ എന്റെ നീതിക്ക് കീഴ്പ്പെടുകയും
ഞാൻ അവളെ എന്റെ സ്നേഹത്തിന്റെയും എന്റെ വികാരത്തിന്റെയും ബലിപീഠമാക്കി തീർക്കുകയും ചെയ്യും. അവളുടെ സ്നേഹവും വികാരവും ഞാൻ മാത്രമായിരിക്കും. ദൈവമില്ലാത്ത ഒരു ജനതയെയും അവളുടെ സ്വന്തമല്ലാത്ത ആളുകളെയും എനിക്കായി നേടുവാൻ ഞാൻ അവളെ എന്റെ സന്ദേശവുമായി ലോകത്തിന്റെ അതിരുകളോളം അയക്കും. അവൾ പൂർണ്ണ മനസ്സോടെ എന്റെ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും കുരിശു വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്കുള്ള പാതയിൽ നടന്നു നീങ്ങുന്നതാണ്. പരിശുദ്ധാത്മാവായി ഞാൻ അവൾക്ക് സത്യത്തെയും ഞങ്ങളുടെ ആഴത്തെയും വെളിപ്പെടുത്തുവാനായി അവളുടെ മേൽ ഇറങ്ങി ആവസിക്കുന്നതാണ്. അടിക്കുറിപ്പ്: പരിശുദ്ധ തൃത്വം. ഏറ്റവും വലിയ ദാനം സ്നേഹമാണെന്ന് ഞാൻ അവളിൽ കൂടി ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം. സ്വർഗം മുഴുവനും സന്തോഷിക്കട്ടെ. അടിക്കുറിപ്പ്: പരിശുദ്ധ തൃത്വം. വസൂല പറയുന്നത്: ഇത് കുറച്ചുകൂടെ നന്നായി മനസ്സിലാക്കാൻ ദൈവം എനിക്കൊരു ദർശനം തന്നു. സാത്താൻ എന്തുകൊണ്ട് എന്നെ ഇത്രമാത്രം എതിർക്കുന്നുവെന്ന് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. ഞാൻ പൂർണ്ണമായി മാനസാന്തരപ്പെടാഞ്ഞിടത്തോളം സാത്താൻ എന്നെ ശല്യപ്പെടുത്തിയില്ല. അവൻ സംതൃപ്തനുമായിരുന്നു. അവൻ എതിർപ്പൊന്നും കാണിച്ചില്ല. എന്നാൽ ഞാൻ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നു, അവൻ എന്നെ നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ നിമിഷത്തിൽ അവൻ എന്റെ ആത്മാവിനെ ആക്രമിക്കാൻ തുടങ്ങി. ആ ദർശനം ഇപ്രകാരമായിരുന്നു: ഞാൻ ഒരു മുറിയിൽ നിൽക്കുമ്പോൾ ഒരു പാമ്പ്, സാത്താൻ, ഇഴഞ്ഞു പോകുന്നത് കണ്ടു. ആ പാമ്പിന്റെ വളർത്തു ജന്തുവായിരുന്നു. എന്നാൽ അതിനോടുള്ള എന്റെ താല്പര്യം നഷ്ടപ്പെട്ടതിനാൽ ഞാൻ അതിന് ആഹാരം കൊടുക്കുന്നത് നിർത്തി. വിശന്നിട്ട് അത് അതിന്റെ മാളത്തിൽ നിന്ന് ഭക്ഷണം തേടി ഇറങ്ങിയതാണ്. പാമ്പ് പാത്രത്തിൽ കണ്ട ഒരു കുല മുന്തിരിങ്ങ വിഴുങ്ങി. എന്നാൽ അതുകൊണ്ട് അതിന് തൃപ്തിയായില്ല. അതുകൊണ്ട് ഭക്ഷണത്തിനായി അത് അടുക്കളയിലേക്ക് നീങ്ങി. ഇതിനോടകം അതിനോടുള്ള എന്റെ മനോഭാവം മാറിയെന്നും ഞാൻ അതിന്റെ ശത്രുവായി തീർന്നുവെന്നും അതിന് മനസ്സിലായി. ഇതുമൂലം അതെന്നെ കൊല്ലുമെന്നും ഞാൻ ഭയന്നു. ഞാൻ വല്ലാതെ പരിഭ്രമിച്ചു. എന്നാൽ അപ്പോൾ തന്നെ എന്റെ കാവൽ മാലാഖ എന്റെ അടുക്കൽ വന്ന് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പാമ്പിനെ കുറിച്ച് മാലാഖയോട് പറഞ്ഞു. മാലാഖ ഇത് കൈകാര്യം ചെയ്തു കൊള്ളാമെന്നേറ്റു. മാലാഖ ഒരു ചൂലെടുത്ത് പുറത്തേക്കുള്ള ഒരു വാതിൽ തുറന്ന് പാമ്പിനെ വിരട്ടി ഓടിച്ചു. മാലാഖ വാതിൽ അടച്ചതിനു ശേഷം ഞങ്ങൾ ജനലിൽ കൂടി പാമ്പിനെ നോക്കിക്കൊണ്ടിരുന്നു. പാമ്പിന് വെപ്രാളമായി. അത് വാതിൽക്കിലേക്ക് എഴിഞ്ഞു വരുന്നത് കണ്ടു. എന്നാൽ വാതിൽ ഭദ്രമായി അടച്ചിരുന്നു. അത് ഗോവണിയിൽ കൂടി ഇറങ്ങി റോഡിലേക്ക് പോയി. ആ നിമിഷം തന്നെ അതൊരു വൃത്തികെട്ട തവളയായും പിന്നീട് ഒരു ദുരാത്മാവായും രൂപാന്തരപ്പെട്ടു. അപകട സൂചന നൽകപ്പെട്ടപ്പോൾ പുറത്തുണ്ടായിരുന്ന ആളുകൾ അതിനെ പിടിച്ചു കെട്ടി. വൈദികൻ സന്ദേശങ്ങളെ അപലപിക്കുന്നു. വൈദികനെ കാണുവാൻ ഞാൻ സെമിനാരിയിൽ മുറയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. സ്വർഗവുമായി ബന്ധപ്പെടുന്ന ഈ പ്രതിഭാസം കാണുവാൻ ഒരു ദിവസം അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുകയും എനിക്ക് സന്ദേശങ്ങൾ ലഭിച്ചു തുടങ്ങിയപ്പോൾ എന്റെ കൈക്ക് പിടിച്ചു നിർത്തുവാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ വൈദ്യുതി പ്രവാഹം പോലെ ഒരു ശക്തിവിശേഷം അദ്ദേഹത്തിന്റെ കൈക്ക് അനുഭവപ്പെട്ടു. എന്നാൽ ഈ വൈദ്യുതി അനുഭവം തുടർന്നും അദ്ദേഹത്തിൽ നിലനിന്നതിനാൽ സെമിനാരിയിലെ മറ്റൊരു വൈദികനോട് അദ്ദേഹം ഇത് പങ്കുവച്ചു. രണ്ടാമത്തെ വൈദികന് എന്നെ അറിയാമായിരുന്നു. അദ്ദേഹം ഇത് കേട്ടപ്പോൾ ഇതിനെ പൈശാചികമെന്ന് മുദ്രകുത്തുകയും എന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വൈദികൻ തന്റെ മുറിയിലും എനിക്കിരിക്കുവാൻ ഇട്ടിരുന്ന കസേര, ഞാൻ ഉപയോഗിക്കേണ്ടുന്ന ഡെസ്ക്, പേപ്പർ, പെൻസിൽ ഇവയിന്മേലെല്ലാം വിശുദ്ധ ജലം തെളിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ബന്ധപ്പെടുന്ന ശക്തിയെ വിളിക്കുവാനും ആ ശക്തിയോട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് എഴുതുവാൻ പറയാനും ആവശ്യപ്പെട്ടു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് ഇത് എഴുതി തരുവാൻ ആവശ്യപ്പെട്ടു. ദൈവം അപ്രകാരം ചെയ്തു. എന്നാൽ വളരെ ബലമായി എന്നെ കൊണ്ട് എഴുതിച്ചതിനാൽ എന്റെ പെൻസിൽ ഒടിയുകയും പിന്നീട് പേന കൊണ്ട് പൂർത്തിയാക്കേണ്ടി വരികയും ചെയ്തു. വൈദികൻ വളരെ കോപാകുലനായും വളരെ ഭയപ്പെടുന്നത് പോലെയും തോന്നി. അദ്ദേഹം എന്നോട് സാത്താൻ സേവ, തിന്മ, മാജിക്, ഊമാത്മാക്കൾ എന്നിവയെ പറ്റിയെല്ലാം പറയുകയും ഞാൻ ബന്ധപ്പെടുന്നത് ദൈവാത്മാവുമായിട്ടല്ല ഊമാത്മാവുമായിട്ടാണെന്ന് എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഞാൻ എഴുത്തു നിർത്തുന്നില്ലെങ്കിൽ കുറെ നാളത്തേക്കെങ്കിലും സെമിനാരിയിലേക്കും പള്ളിയിലേക്കും വരരുതെന്നും മറ്റേ വൈദികനെ ശല്യപ്പെടുത്തരുതെന്നും നിർദ്ദേശിച്ചു. ദിവസവും പ്രാർത്ഥിക്കാനായി വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥനയും വിശുദ്ധ ബെർണാഡിന്റെ പരിശുദ്ധാത്മാവിനോടുള്ള അപേക്ഷയും യേശുവിന്റെ തിരുഹൃദയത്തോടുള്ള നൊവേനയും എനിക്ക് നൽകി. കൂട്ടത്തിൽ ഒരു ജപമാലയും. ആകെ തളർന്ന ഞാൻ അല്പം മയമുള്ളവനായി കാണപ്പെട്ട ആദ്യത്തെ വൈദികന്റെ അടുക്കൽ ചെന്ന് സംഭവിച്ചതെല്ലാം പറഞ്ഞു. മറ്റേ വൈദികനെ ഇനിയും കാണാൻ ചെല്ലരുതെന്ന് വിലക്കിയ കാര്യവും പറഞ്ഞു. ഇത് കേട്ടിട്ട് ആ വൈദികൻ താഴേക്ക് നോക്കി തല ഒരു വശത്തേക്ക് ചെരിച്ച് യാതൊന്നും പറയാതിരുന്നു.
അദ്ദേഹം മറ്റേ വൈദികന്റെ അഭിപ്രായത്തെ പിന്താങ്ങുകയാണെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തെ സന്ദർശിക്കാതിരിക്കുന്നതിലൂടെ ഒരു വലിയ കുരിശിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കപ്പെട്ടേക്കുമെന്ന് കരുതുന്നതായും ഞാൻ ഊഹിച്ചു. ഞാൻ യാതൊരു അംഗീകാരവുമില്ലാത്ത വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എന്നെ വിളിക്കുന്നതുവരെ ഇനി ഞാൻ നിങ്ങളുടെ പരിസരത്ത് വരികയില്ല. ഞാൻ അവിടുത്തെ കത്തോലിക്ക പരിസരത്തുനിന്ന് എന്നേക്കുമായി വിട പറയുകയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ വീട്ടിൽ തിരിച്ചു ചെന്ന് ഏറെ നേരം കരഞ്ഞു. എന്റെ മാലാഖ എന്നെ ആശ്വസിപ്പിക്കുവാനായി വന്നു. ഞാൻ ദൈവത്തോട് വിലപിച്ചു പറഞ്ഞു, ഞാൻ ആകെ ചിന്താക്കുഴപ്പത്തിലാണ്. എന്റെ ആത്മാവ് ഏറ്റവും വേദനിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവിടുന്നാണ് സന്ദേശങ്ങൾ തരുന്നതെന്ന് അവിടുന്ന് പറയുന്നു. എനിക്കിതറിയുകയും ചെയ്യാം. എന്നാൽ അത് സാത്താനാണെന്ന് വൈദികൻ പറയുന്നു. സന്ദേശങ്ങൾ തരുന്നത് അവിടുന്നാണെങ്കിൽ എനിക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ ദൈവികമാണെന്ന് വൈദികൻ ഒരു ദിവസം അംഗീകരിക്കും. അപ്പോൾ ഞാൻ വിശ്വസിക്കുകയും ചെയ്യും. ഇതിനു മറുപടിയായി ഞാൻ ആ വൈദികനെ വഴക്കിക്കൊണ്ടുവരുന്നതാണ് എന്ന് മാത്രം ദൈവം പറഞ്ഞു. മാലാഖ എന്നോട് വളരെ അനുകമ്പയോടെ പെരുമാറി. അദ്ദേഹം എന്റെ ആത്മാവിന്റെ മുറിവുകൾ വളരെ സ്നേഹപൂർവ്വം ശുശ്രൂഷിച്ചു. വൈദികൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ അദ്ദേഹം തന്ന പ്രാർത്ഥനകൾ എല്ലാ ദിവസവും ഞാൻ ചൊല്ലി. ദൈവം എനിക്ക് തന്ന കൃപാവരം അവഗണിച്ചുകൊണ്ട് ഞാൻ എഴുത്തു നിർത്തി. ഞാൻ ഒരു മുസ്ലിം രാജ്യത്തായിരുന്നതിനാൽ വായിച്ചു നോക്കുവാനും വിശുദ്ധ വേദപുസ്തകവുമായി താരതമ്യം ചെയ്യുവാനുമായി ഞാൻ ഒരു ഖുർആൻ വാങ്ങി. ഒരു ദിവസം ഞാൻ അത് വായിച്ച് നോട്ടുകൾ എഴുതിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്റെ സ്വർഗീയ പിതാവ് എന്റെ അടുക്കൽ വന്നു. അവിടുത്തെ സാന്നിധ്യം തന്നെ എന്നിൽ അത്യധികമായി സന്തോഷമുളവാക്കി. അവിടുന്ന് എന്നോട് പറഞ്ഞു, മകളെ, ദൈവമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് എപ്പോഴും ഓർക്കുക. യഹോവ എന്നാണ് എന്റെ നാമം. എന്റെ കയ്യിലുണ്ടായിരുന്ന പെൻസിൽ കൊണ്ട് കടലാസിൽ ഇതെഴുതുവാൻ അവിടുന്ന് എന്റെ കൈ പിടിച്ച് സഹായിച്ചു. അല്പം കഴിഞ്ഞു വീണ്ടും എന്റെ പക്കൽ വന്ന് എന്നെ കൊണ്ട് എഴുതിച്ചു, ദൈവമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വസുല, ഇതെപ്പോഴും ഓർക്കുക. ഞാനാണ് നിന്നെ നയിക്കുന്നത്. യഹോവ എന്നാണ് എന്റെ നാമം. ഇത് അങ്ങേയറ്റം എന്നെ സ്പർശിച്ചതിനാൽ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. ഞാൻ ഒരു തടവുകാരിയെ പോലെ ആയിരുന്നുവല്ലോ. എന്റെ പിതാവിനോട് സംസാരിക്കാൻ പാടില്ല. ദൈവം എനിക്ക് തന്ന കൃപാവരം ഉപയോഗിക്കാൻ പാടില്ല. ഈ വിധത്തിൽ സ്വർഗത്തിലുള്ള എന്റെ പിതാവിനോട് ബന്ധപ്പെടുവാൻ പാടില്ല. ഈ വിധത്തിലുള്ള എല്ലാ വിലക്കുകളുടെയും മധ്യത്തിൽ എന്നെ ഏറ്റവും സ്നേഹിക്കുന്നവൻ എന്നെ തടവറയിൽ സന്ദർശിക്കുവാൻ ഇതാ വന്നിരിക്കുന്നു. ഏറ്റവും ആർദ്രതയുള്ള പിതാവ്, ഭൂമണ്ഡലത്തെ മുഴുവൻ തന്റെ കരങ്ങളിൽ വഹിച്ചിരിക്കുന്നവൻ, തന്റെ വാത്സല്യവും സ്നേഹവും നൽകുവാനായി എന്റെ പക്കൽ വന്നിരിക്കുന്നു. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.